ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഭഗവത് കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് നാരായണീയം വായിക്കാം. ദശകം 72. അക്രൂര ആഗമനം. കംസൻ അക്രൂരനെ വൃന്ദാവനത്തിലേക്ക് കൃഷ്ണനെയും എല്ലാവരെയും ക്ഷണിക്കാനായിട്ട് ധനുർയാഗം നടക്കുന്നത്, അതിൻ്റെ ആഘോഷത്തിന് എല്ലാവരെയും ക്ഷണിക്കാൻ രാജകൽപ്പനയാണല്ലോ, രാജാവാണല്ലോ കംസൻ. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് അക്രൂരനെ പറഞ്ഞു വിടുകയാണ്. രഥത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൃന്ദാവനത്തിന് ഭഗവാൻ കളിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ അവിടെ വീണ് ഉരുണ്ട് മണലൊക്കെ വാരി തലവഴിയൊക്കെ ഇട്ട് ഉരുണ്ട് അങ്ങനെ ഓരോ വീടാന്തോറും യാത്ര ചെയ്യുമ്പം ഭഗവാനെ പ്രാർത്ഥിക്കുന്ന, പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന വീടാന്തോറും ഒക്കെ രഥത്തിലിങ്ങനെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് നീന്തുന്നത് പോലെ പോയി ചെന്നപ്പോൾ എന്താ, ഭഗവാൻ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അക്രൂരൻ കണ്ട രാമകൃഷ്ണ രൂപം. അവിടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഭഗവാന്റെയും രാമൻ്റെയും രൂപം. സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞ് നിർമ്മലമായ ശരീരത്തിൽ രാമൻ നീലപ്പട്ടുടുത്തിരിക്കുന്നു, കൃഷ്ണനോ മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നു. വളരെ കുറച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് രണ്ടുപേരും നിൽക്കുന്നു. സ്നാനം കൊണ്ട് പരിശുദ്ധി വരുത്തിയ ശരീരത്തിൽ മിതമായ വേഷഭൂഷാദികൾ അണിഞ്ഞ് മന്ദസ്മേര മുഖത്തോടെ നിൽക്കുന്ന പശുവിനെ കറക്കുന്നത് നോക്കി നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ അക്രൂരൻ മതിയാവോളം കണ്ടു. എന്താ പശുവിനെ കറക്കുന്നത്? പശുവിൻ്റെ അകട്ടിൽ നിന്ന് അമൃതാണല്ലോ, പാലാണല്ലോ വരുന്നത്. അപ്പോൾ അത് അത്രമാത്രം ആനന്ദ നിർവൃതിയിലാണ് രാമനും കൃഷ്ണനും അവിടെ നോക്കി നിൽക്കുന്നു. അക്രൂരൻ നോക്കിയപ്പോൾ അങ്ങനെയാ അവർ രണ്ടുപേരും നിൽക്കുന്നത്. ആരെയോ നോക്കി നിൽക്കുന്നത് പോലെ, പശുവിനെ കറക്കുന്നത് നോക്കി നിൽക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ വെറുതെ നിൽക്കുകയല്ല, ആനന്ദ ലഹരിയിലാണ്. ആരോ വരുന്നുണ്ടു എന്ന് ഭഗവാന്റെ ഉള്ളം പറയും. അപ്പോൾ ആ ലഹരി, ആനന്ദലഹരി, അമൃതാകുന്ന ആ ലഹരിയിൽ നുകർന്നുകൊണ്ട് പശുവിനെ കറക്കുന്നത് പോലെ, പശുവിനെ കറക്കുന്ന പ്രതീതി, അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെ. അപ്പോൾ പശുവിനെ കറക്കുക എന്ന് പറഞ്ഞാൽ അമൃതാണല്ലോ പാല്. അപ്പോൾ ആ ഒരു പ്രതീതിയിലാണ് അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. അക്രൂരൻ നോക്കിയപ്പോൾ ഇതാ കാണുന്നത്, പശുവിനെ കറക്കുന്നത് നോക്കി നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ. അവിടെ പശുവിനെ കറക്കുന്നതൊന്നുമില്ല. ഒരു പശുവിനെ കറക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയുണ്ട്. പാലാണല്ലോ പശുവിൻ്റെ അകട്ടിൽ വരുന്ന ആ ഒരു നിർവൃതി. അതുപോലെ ഭഗവാൻ അവിടെ നിൽക്കുന്ന ആര് കാണുന്നു? അക്രൂരൻ. ഇനി രഥത്തിലിങ്ങനെ പതുക്കെ നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം എന്താ പതുക്കെ പോകുന്ന വഴിയിലുള്ള ആ ഗോപസ്ത്രീകളുടെ എല്ലാം വീടുകളിലെല്ലാം സന്ധ്യാസമയത്ത് പ്രാർത്ഥനയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് ലഹരിയിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ അടുത്ത് ഇച്ചിരി ദൂരെയായിട്ട് ചെന്ന് ഭഗവാനെ കാണാം, ദൂരെ നിന്നേ. അപ്പോൾ തന്നെ എന്താ ഈ ഒരു അനുഭൂതി ഭഗവാന്റെ ഉള്ളത്തിൽ നോക്കുമ്പോൾ, ആ ഉള്ളിൽ നിന്ന് ഒരു അനുഭൂതി എങ്ങനെ പശുവിനെ കറക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് പോലെ തോന്നും. അതാണ് അക്രൂരൻ കാണുന്ന കാഴ്ച. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത്. നമുക്ക് 10ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 10. ദൂരാരഥാൽ സമവരൂഹ്യ നമന്തമേനം ഉത്ഥാപ്യ ഭക്തകുലമൗലിം അധോപഗൂഹൻ ഹർഷാൽ മിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സ ബലോ അധ ഗൃഹാൻ നിനേധ. ദൂരാൽ രഥാൽ സമവരൂഹ്യ നമന്തമേനം ഉത്ഥാപ്യ ഭക്തകുലമൗലിം അധോപഗൂഹൻ ഹർഷാൽ മിതാ അക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സ ബലോ അധ ഗൃഹാൻ നിനേധ. ഇതിൽ അക്രൂരൻ ദൂരെ നിന്ന് തന്നെ ഭഗവാനെ കണ്ട ഉടനെ തേരിൽ നിന്നങ്ങിറങ്ങി നമസ്കരിച്ചു. ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. കാരണം ദൂരനേ വീടുകളിൽ നിന്നെല്ലാം ഓരോ പ്രാർത്ഥനകളൊക്കെ കേട്ടിങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരുന്നു. അടുത്ത് ചെന്നില്ല, ഇച്ചിരി ദൂരെ ചെന്നപ്പോഴേ ഭഗവാനെ കാണാം. അല്പം ദൂരെ വച്ചേ കണ്ടപ്പോൾ തന്നെ ഈ അക്രൂരൻ രഥത്തിൽ നിന്നങ്ങ് ഇറങ്ങിയിട്ട് പരമാത്മാവായ ശ്രീകൃഷ്ണനെ നമസ്കരിച്ചു. ഭഗവാൻ ആ പരമഭക്തനെ എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത്
കൃച്ഛ്ര വാക്കുകളാൽ കുശലപ്രശ്നം ചെയ്തിട്ട് കൈ പിടിച്ചുകൊണ്ട് ബലരാമനോടുകൂടി വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത്രമാത്രം ഭക്തനാണ് ഈ അക്രൂരൻ. നമ്മളും ഇങ്ങനെ ഒരു യഥാർത്ഥ ഭക്തൻ, നിഷ്കളങ്കമായ കാപട്യമില്ലാത്ത ഒരു ഭക്തനാണെങ്കിൽ പരമാത്മാവ് ശ്രീകൃഷ്ണൻ നമ്മളെ അതുപോലെ കുശലനെ അറിയാമല്ലോ. അവിടെ വലിപ്പച്ചെറുപ്പം വല്ലതും ഭഗവാനുണ്ടോ? അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും തന്നെയില്ല. ഭക്തനാണോ അതാ ഭഗവാൻ നോക്കുന്നത്. മറ്റൊന്നും ഭഗവാന് വിഷയമേ അല്ല. ഒരു തനി ഭക്തനാണെങ്കിൽ ഭഗവാൻ നമ്മുടെ കൈയും ഇതുപോലെ പിടിച്ച് നമ്മളെ കാത്തുകൊള്ളും. ഇവിടെ ഈ അക്രൂരന് കിട്ടിയ ഭാഗ്യം അങ്ങനെയാണ്. ദൂരവശേ കണ്ടപ്പം പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെയാണോ? നമ്മൾ ഭഗവാന്റെ പ്രതീകമായ ഒരു വിളക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഭവനത്തെ സന്ധ്യയ്ക്ക് കത്തിച്ചു വെക്കും. ഇപ്പം ഭഗവാനെ അക്രൂരൻ കണ്ടതുപോലെ തന്നെയാണ് വിളക്ക് കത്തിക്കുമ്പോൾ ആ പ്രകാശമാണ് ഭഗവാൻ. നാരായണൻ പരമാത്മാവെന്ന് കണ്ടാൽ വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ തന്നെ അങ്ങ് ഇരിക്കും, ഒന്ന് എഴുന്നേക്കത്ത് പോലുമില്ല. സന്ധ്യയ്ക്ക് ഒരു വീട്ടിലെ ഗൃഹനാഥയോ അല്ലെങ്കിൽ പിള്ളേരോ ഒക്കെ ഒന്ന് വിളക്ക് കത്തിക്കും. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവിടെ തന്നെ കസേരയിലാണെങ്കിൽ അവിടെ അങ്ങ് ഇരുന്നോളൂ, എഴുതേക്കത്തില്ല. അതൊന്നും അവർക്ക് ചിന്തിക്കാൻ കൂടെ ഇല്ല. ഇവിടെ ഭഗവാനെ കണ്ടപ്പോൾ രഥത്തിൽ നിന്ന് പെട്ടെന്ന് എത്ര ദൂരെ നിന്ന് കണ്ടോ അവിടെ തന്നെ നിന്നങ്ങ് തൊഴുക. പെട്ടെന്ന് തന്നെ രഥത്തിൽ നിന്നങ്ങ് ഇറങ്ങുന്നു, ഭഗവാന്റെ അടുക്കലേക്ക് ചെന്നു തൊഴുവുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചു. ആ പരമഭക്തനായ അക്രൂരനെ ഭഗവാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് കൃച്ഛ്ര വാക്കുകളാൽ കുശലപ്രശ്നം ചെയ്തിട്ട് കൈ പിടിച്ചുകൊണ്ട് ബലരാമനോടുകൂടി വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഭവനത്തിൽ കുട്ടികളൊക്കെ ഇരിക്കുന്നിടത്തുനിന്ന് മക്കളെ വിളക്ക് കത്തിക്കുമ്പോൾ ഭഗവാൻ പരമാത്മാവാണ്, പ്രതീകമാണ്, പ്രകാശമാണ് ഈശ്വരൻ. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് തൊഴുവണം. ഭഗവാനെ ആദരിച്ച് ബഹുമാനിച്ച് ഭക്തിയോടുകൂടി തന്നെ നമുക്ക് ആ പ്രതീകത്തെ നോക്കി തൊഴുവണം. പരമാത്മാവാണെന്ന് കാണണം, പ്രകാശം. അങ്ങനെ പഠിപ്പിക്കാത്ത വീടുകളൊക്കെ എന്താ? കുട്ടികൾ വളർന്നു വരുന്നാൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുതിർന്നവർക്ക് പോലും നമ്മുടെ വീട്ടിൽ അപ്പൂപ്പനോ അമ്മമ്മയോ അവർക്ക് പോലും അറിയില്ല. അവർ ഇരുന്നിടത്ത് നല്ല കാൽമച്ച് അങ്ങ് ഇരിക്കും. എന്തിനാ പിന്നെ ആ വിളക്ക് എത്തിച്ചത്? ആ പ്രകാശത്തിൻ്റെ അവിടെ പരമാത്മാവ് വരുമോ? തന്നിലേക്കാളും വലിയവനല്ലേ അവിടെ ഇരിക്കുന്നത് എന്ന് ഭഗവാനും കാണും. എന്നെക്കാളും വലിയവൻ അവിടെ കാലും വെച്ച് വീട്ടിൽ ഇരിപ്പുണ്ട് ഗൃഹനാഥന്മാർ. എന്നാൽ പിന്നെ നമ്മളെന്താ അവിടെ ആരാ? ഒരിക്കലും ഭഗവാൻ അവിടെ ആ വീടുകളിൽ ദർശിക്കത്തില്ല, നോക്കത്തില്ല. വെറുതെ വിളക്ക് കത്തിച്ച് വെക്കാമെന്നേ ഉള്ളൂ. നമ്മൾ എത്രമാത്രം ആദരിക്കുന്നു, ഭക്തി നമുക്ക് എത്രമാത്രം ഉണ്ട്, അങ്ങനെ നോക്കുമ്പോഴാണ് ഈശ്വരൻ അവിടെ നമ്മുടെ കൂടൊപ്പം നിൽക്കൂ. ആ പ്രകാശം നമ്മൾ ചിന്തിക്കണം ഭഗവാനാണെന്ന്. അത് ഒരാൾ ചിന്തിച്ചാൽ പോരാ, വീട്ടിലുള്ള സർവ്വപേരും ആദരിക്കണം. ഭഗവാനാണെന്ന് ചിന്തിച്ച് ആദരിക്കുമ്പോഴാണ് ഭഗവാന് സന്തോഷം വരുന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരു വിരുന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ആദരിക്കാതെയും ബഹുമാനിക്കാതെയും അവരെ കൈപിടിച്ച് അകത്തോട്ട് കയറ്റാതെയും നോക്കാതിരുന്ന ആ മനുഷ്യൻ പിന്നെ വരുമോ ആ വീട്ടിൽ? അവർ തിരിഞ്ഞ് നടന്ന് പോകും. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യരും നമ്മൾ അവരെ നോക്കുകയോ കാണുകയോ അവരെ ചിന്തിക്കുകയോ പിന്നെ എന്നും പറഞ്ഞ് ഒരു ബഹുമാനം കൊടുക്കാതെ ഒരു സന്തോഷമോ സ്നേഹമോ കൊടുക്കാതെ ഇരുന്നാൽ അവർക്ക് ഇഷ്ടമല്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ ഒരിക്കലും ആ ഭവനത്തിലേക്ക് വരത്തില്ല. പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ? ഒരു സാധാരണ മനുഷ്യൻ പോലും അങ്ങനെയാണ്. അപ്പം നമുക്ക് ആരായാലും ഏത് പാവപ്പെട്ടവനാലും വരുമ്പോൾ അവരോട് സ്നേഹവാക്കുകൾ പറയുക ചെയ്യുമ്പോഴാണ് അവർക്ക് എന്തൊരു സ്നേഹമാണ്. വീണ്ടും അത് സന്തോഷത്തോടെ അവർ പോവുകയും ചെയ്യും. വീണ്ടും അവരെ ഓർത്ത് ആനന്ദിക്കുകയും ചെയ്യാം. ഇനിയും നമുക്കവിടെ ചെന്നാൽ അവർക്ക് എന്തൊരു സ്നേഹമാണ് എന്നവർ കാണും. അതുപോലെയാണ് ഈശ്വരനും. പ്രത്യേകിച്ച് കൂടുതൽ ഭഗവാൻ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ ഉയരത്തിലാണ് ഈശ്വരൻ. അപ്പോൾ അവർ വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും എഴുന്നേറ്റത് പ്രാർത്ഥിച്ച് എന്നിട്ട് പോയി അവരവരുടെ സ്ഥാനത്ത് വരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്നിച്ച് തറയിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ മുതിർന്നവർക്ക് വയ്യെങ്കിൽ അവരവരുടെ സ്ഥാനത്ത് പൊക്കപ്പുറത്തോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാം. കുട്ടികൾക്കെല്ലാം തറയിലിരുന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമ്മളെല്ലാം കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്ത് ഇരിക്കാൻ വയ്യാത്തത് അന്ന് തൊട്ടാണ് നമ്മൾ ഈ പൊക്കപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ വീടുകളിലും ചെയ്താൽ എല്ലാവർക്കും ഗുണം കിട്ടും. ഇല്ലെങ്കിൽ വെറുതെ വിളക്ക് കത്തിക്കാമെന്നേ ഉള്ളൂ, വെട്ടം കിട്ടും, അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൻ്റെ മുറിക്കകത്തുള്ള ഇരുട്ടൊന്ന് മാറി പുറമേയുള്ള ഇരുട്ട് മാറി, നമ്മൾ അകമേയുള്ള ഇരുട്ട് മാറത്തില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമാവണമെങ്കിൽ നമ്മളും കൂടെ അങ്ങനെ പ്രയത്നിക്കണം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നത് എന്തിനാ? നമ്മളിത് പഠിക്കുന്നത് എന്തിനാ? നമ്മൾ പ്രവർത്തിക്കാനാണിത്. ഇത് നമ്മൾ വായിച്ച് പഠിച്ചാൽ പോരാ, നമ്മൾ പ്രവൃത്തിയിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ അക്രൂരൻ ഇവിടെ ഭഗവാനെ കണ്ടപ്പോഴേ രഥത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് താഴെ ഇറങ്ങിയിട്ട്
ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ ആ പരമഭക്തനെ എഴുന്നേൽപ്പിച്ചു. സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് കൃച്ഛ്രവാക്കുകളാൽ നല്ല നല്ല വാക്കുകൾ കൊണ്ട് കുശലപ്രശ്നമൊക്കെ ചെയ്തിട്ട് കൈക്ക് പിടിച്ചും കൊണ്ട് ബലരാമനും കൂടെ നിൽക്കുകയല്ലേ, രണ്ടുപേരും കൂടെ പിടിച്ചും കൊണ്ട് അദ്ദേഹത്തിനകത്തോട്ട് കൊണ്ടുപോയി. നമ്മളെ അതുപോലെ ദൈവം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെയും പ്രവൃത്തി നന്നായിരിക്കണം. നമുക്ക് 11-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 11. നന്ദേന സാകം അമിതാദരം അർച്ചയിത്വാ തം യാദവം തൽ ഉദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാകഥാഭിർ ഇഹതേന നിശാം അനൈഷി. നന്ദേന സാകം അമിതാദരം അർച്ചയിത്വാ തം യാദവം തൽ ഉദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാകഥാഭിർഹതേന നിശാം അനൈഷി. ആ യാദവനായ അക്രൂരനെ അളവറ്റ ആദരവോടെ നന്ദഗോപരോടൊപ്പം പൂജിച്ച് സൽക്കരിച്ചു. പിതാവാണല്ലോ, കൃഷ്ണൻ്റെ പിതാവായ നന്ദഗോപരോടൊപ്പം അദ്ദേഹത്തിനടുക്കൊക്കെ ചെന്ന് രണ്ടുപേരും കൂടെ ഒന്ന് ചിരിക്കുകയും അവരെ രണ്ടുപേരെയും ഒപ്പം പൂജിച്ച് സൽക്കരിച്ചു. നന്ദഗോപരുടെ കൂടൊപ്പം തന്നെ അക്രൂരനെയും രണ്ടുപേരെയും പൂജിച്ച് സൽക്കരിച്ചു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം അക്രൂരൻ ആഗമനോ ഉദ്ദേശം അറിയിച്ചു. എന്താ ഇവിടേക്ക് വന്നത് എന്നുള്ള ആഗമനം അതറിയിച്ചു. എന്താ അറിയിച്ചത്? കംസൻ ധനുർയാഗം നടത്തുന്നു, അതിൽ പങ്കുകൊള്ളാൻ നന്ദാദി ഗോപാലരെല്ലാം ആഗതരാകണമെന്നാണ് രാജകൽപ്പന, കംസൻ്റെ കൽപ്പന. എല്ലാവരും അവിടേക്ക് ചെല്ലണമെന്ന്. അത് കേട്ട് ആ കാര്യം ഗോപജനങ്ങളിൽ വിളംബരം ചെയ്തു. പിന്നെ സ്വഗൃഹത്തിൽ അക്രൂരനുമായി സംസാരിച്ചിരുന്ന് രാത്രികാലം കഴിച്ചുകൂട്ടി. അങ്ങനെ ആ വിവരം അവിടെയുള്ള ഗോപജനങ്ങളെയൊക്കെ അറിയിച്ചിട്ട് വിളംബരം ചെയ്തിട്ട് ആ ഗൃഹത്തിൽ തന്നെ അക്രൂരനുമായി അന്ന് സംസാരിച്ചിരുന്ന് രാത്രികാലം കഴിച്ചുകൂട്ടി. നേരം വെളുക്കുന്നവരെ അവിടെ തന്നെ ഉറക്കമായാലും കാര്യങ്ങൾ പറഞ്ഞൊക്കെ അങ്ങനെ ആ ദിവസം രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടി. ശ്ലോകം 12 വായിക്കാം. ശ്ലോകം 12. ചന്ദ്ര ആഗൃഹേ കിമുദ ചന്ദ്രഭഗ ആഗൃഹേനു രാധ ആഗൃഹേനു ഭവനേ കിമു മൈത്രവൃന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈർ ആശങ്കിതോ നിശിമരൽ പുരനാഥപായ. ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേതു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈർ ആശങ്കിതോ നിശീമരൽ പുരനാഥപായ. ഇവിടെ അന്ന് അക്രൂരൻ ചെന്നതുകൊണ്ട് ഭഗവാനെ പിന്നെ വെളിയിലെങ്ങും ഗോപസ്ത്രീകളൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ കൃഷ്ണൻ എല്ലാവരെയൊക്കെ ഒന്ന് സന്ധ്യയ്ക്കൊക്കെ ഒന്ന് എടുക്കുകയും ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഇവിടെ പിള്ളേർ ഗോപസ്ത്രീകൾ പറയുന്നു, ഈ കൃഷ്ണൻ ചന്ദ്രയുടെ വീട്ടിലോ അതോ ചന്ദ്രഭാഗയുടെ വീട്ടിലോ അതോ രാധയുടെ ഗൃഹത്തിലോ അതുമല്ലെങ്കിൽ മിത്രവിന്ദയുടെ വീട്ടിലോ എവിടെയാണ് ആ വഞ്ചകൻ ചടഞ്ഞുകൂടി ഇരിക്കുന്നത് ആർക്കറിയാം എന്നിങ്ങനെ കാമിനിമാരായ ഗോപികകളെ ശങ്കാകുലരാക്കിയ ഗുരുവായൂരപ്പ. അതാരാ പറയുന്നേ? ഭട്ടതിരിപ്പാട്. കണ്ണൻ ഇത് ഏത് വീട്ടിലാണോ എന്തോ ആർക്കറിയാം. ഗോപസ്ത്രീകൾ പറയുക, ചന്ദ്രയുടെ വീട്ടിലാണോ അതോ ചന്ദ്രഭാഗയുടെ വീട്ടിലാണോ അതോ രാധയുടെ ഗൃഹത്തിലോ അതും അല്ലെങ്കിൽ മിത്രവിന്ദരുടെ വീട്ടിലോ എവിടെയാണ് ആ വഞ്ചകൻ ചടഞ്ഞുകൂടി ഇരിക്കുന്നത് ആർക്കറിയാം എന്നിങ്ങനെ ആരാ പറയുന്നേ? ഗോപികകൾ. കൃഷ്ണനെ അന്ന് കണ്ടില്ല. കാരണം ഇദ്ദേഹം അക്രൂരൻ ചെന്നുകൊണ്ട് എല്ലാവരും കൂടെ അന്ന് വീട്ടിനുള്ളിനകത്തായിപ്പോയി. അപ്പോൾ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ കണ്ണനെ കാണാഞ്ഞതുകൊണ്ട് സന്ധ്യയൊക്കെ ആയതല്ലേ ഉള്ളൂ, നാമഞ്ചലമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടുകയൊക്കെ ചെയ്യും, അടുത്തടുത്താണല്ലോ വീടുകളൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഇത് ആ കുട്ടികളെല്ലാം ഇങ്ങനെ കാമിനിമാരായ ഈ ഗോപികളെ ശങ്കാകുലരാക്കിയ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ അവരൊക്കെ ഇങ്ങനെ ശങ്കിച്ചു. എവിടെയാണോ എന്തോ ഇനി ഈ വഞ്ചകൻ എവിടെ ചടഞ്ഞുകൂടി ഇരിക്കുന്നു, നമ്മളെ ഒന്നും വന്ന് കണ്ടില്ലല്ലേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങനെയുള്ള ഭഗവാനെ ഭട്ടതിരിപ്പാട് പറയുന്നത്, എന്നെ രക്ഷിക്കണമേ, എന്താ എൻ്റെ രോഗം മാറ്റണമേ, അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളെല്ലാം എപ്പോഴും ഭഗവാനെ കണ്ടില്ലെങ്കിൽ കൃഷ്ണൻ ഏതോ ആ പെണ്ണിൻ്റെ വീട്ടിൽ ചന്ദ്രയുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ മിത്രവൃന്ദരുടെ വീട്ടിലായിരിക്കും. ആ വഞ്ചകൻ എവിടെയാണോ എന്തോ ആർക്കറിയാം എന്നൊക്കെ പിള്ളേർ കണ്ടില്ലെങ്കിൽ അങ്ങനെ സുഹൃത്തായിട്ടല്ലേ നടക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് കാണാഞ്ഞപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ശങ്കാകുലരായി.
അത് മനസ്സിലാക്കിക്കൊണ്ടിവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ ഈ ഗോപസ്ത്രീകളെല്ലാം ഇങ്ങനെയാണ് ഭഗവാനെ പറയുന്നത്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം കുട്ടികൾക്കല്ലെങ്കിൽ, ഈ കൃഷ്ണൻ എവിടെയാണോ എന്തോ, ആരുടെ വീട്ടിലാണോ എന്തോ. നമ്മളും പറയത്തില്ലേ, ഇന്ന് ഇന്നാരെ കണ്ടില്ലല്ലേ, എവിടെ പോയി കിടക്കുന്നോ എന്തോ, പഞ്ചകൻ ചതിയൻ എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ കുട്ടികളും പറയുന്നു. അത്രയേ ഉള്ളൂ. ഭഗവാൻ അവരുടെ സുഹൃത്തായി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ അതൊക്കെ പറയുന്നു, അല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണമേന്ന് ഭട്ടതിരിപ്പാടും പറയുന്നു. നമുക്ക് ഇനി അടുത്ത ദശകം അടുത്ത ദിവസം ഈശ്വരൻ അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ചൊല്ലാം. ഇപ്പോൾ നമുക്ക് ഇത്രയും മതി. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.